സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൂഫീനെ നമ്മുടെ ഇമോസമ ത്രില്ലർ ബാർക്കിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ത്രില്ലർ ബാർക്കിൻ്റെ അവസാനം ഒരു വലിയൊരു ഷാഡോയി ഫിഗറിനെ കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള വൺ പീസ് ചാപ്റ്ററിൽ നമ്മുടെ ഗോഡ് വാലി ഫൈറ്റിൽ നമ്മുടെ ഇമോസമ നമ്മുടെ സാറ്റേണിനെ പൊസസ് ചെയ്യുമ്പോൾ ഒരു ബോഡി എടുക്കുന്നുണ്ട്. ആ ഒരു സെയിം ബോഡിയായിട്ട് ഇതിന് നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇമോസമയാണെന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ആ ടൈമിൽ നമ്മുടെ ഇമോസാം നമ്മുടെ ലൂഫിനെ കൊല്ലാതിരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചിൻ്റെ 22ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 10K അടിക്കാൻ പറ്റും. ഇനി നമ്മുടെ മുന്നിൽ വെറും 8 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ടു പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സോ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ത്രില്ലർ പാർക്കിൻ്റെ അവസാനമായിട്ട് ഈ ഒരു സീന് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സീന് കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഈ ഒരു സീനിലുള്ള ഈ ഒരു രൂപവും അതുപോലെ തന്നെ നമ്മുടെ ഗോഡ് വാലിയിൽ നമ്മുടെ സാറ്റേണെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഇമോസാമ എടുക്കുന്ന രൂപവും നല്ല സാമ്യമുണ്ട്. നമുക്കറിയാം ഇതിൽ 3 തലയുള്ളത് പോലെയാണ് നമുക്ക് ആദ്യം തോന്നിയിരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആ 2 നമ്മുടെ സാറ്റേണിൻ്റെ കാലാവാനും ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ആ ടൈമിൽ നമ്മുടെ ലൂഫിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോസാമ ത്രില്ലർ പാർക്കിലേക്ക് വന്നതായിരിക്കാം. ആ ടൈമിൽ ആനീസ് ലോബിയിൽ നമ്മുടെ ലൂച്ചിനെ ഡിഫീറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ലൂഫിനെ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടായിരിക്കും ത്രില്ലർ പാർക്കിലേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ അവിടെ വന്നതിന് ശേഷം നമ്മുടെ മോറിയായിട്ടുള്ള ഫൈറ്റൊക്കെ കണ്ടതിന് ശേഷം ഇമോസാമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ലൂഫി ഇമോസാമയ്ക്ക് ഇപ്പോൾ ഒരു ത്രെഡേ അല്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മുടെ ലൂഫിക്ക് ബേസിക് ഹാക്കി പോലും അറിയില്ല. അതുപോലെ തന്നെ ഗിയർ 3 വരെ നമ്മുടെ ലൂഫി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇമോസാമ വിചാരിച്ചിട്ടുണ്ടാവും ഇതിന് മുമ്പുള്ള ഗംഗം യൂസേഴ്സിനെ പോലെ തന്നെ നമ്മുടെ ലൂഫി ഒരു നോർമൽ പേഴ്സൺ ആയിരിക്കുമെന്ന്. അവിടെയായിരിക്കും നമ്മുടെ ഇമോസാമയ്ക്ക് തെറ്റിയത്. ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഇമോസാമ നമ്മുടെ ലൂഫിനെ അവിടെ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, ഒബ്സർവ് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമോസാമ അവിടെ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ത്രില്ലർ പാർക്ക് ഗോഡ് വാലി ആണെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇത് സത്യമായിരിക്കാം. കാരണം നമ്മുടെ ത്രില്ലർ പാർക്കിൽ ഒരുപാട് സോംബീസിനെ നമുക്ക് കാണാൻ കഴിയും. ആ സോംബികളിൽ നമ്മളെ ഗോഡ് വാലിയിൽ ഉണ്ടായിരുന്ന ചില റോക്ക് സ്പൈഡേഴ്സ് മെമ്പേഴ്സിനെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പലരും പറയുന്നുണ്ട് ഇത് നമ്മുടെ ഗോഡ് വാലിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ ഇമോസാമ ഒന്ന് വെറുതെ വന്നതായിരിക്കും. അവിടെ നമ്മുടെ മോറിയയുടെ ആക്ടിവിറ്റി കണ്ടതിന് ശേഷമായിരിക്കും നമ്മുടെ മെറീൻ ഫോർട്ടിൽ നമ്മുടെ മോറിയനെ എലിമിനേറ്റ് ചെയ്യാൻ 5 വെൽഡേഴ്സ് നമ്മുടെ ഡോഫ്ലമിംഗോന് ഡയറക്റ്റ് ഓർഡർ കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ മോറിയനെ എലിമിനേറ്റ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് 5 വെൽഡേഴ്സ് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇമോസാമ അന്നേരം എടുത്ത ഒരു പൊട്ട ഡിസിഷനാണ് ഇപ്പം നമ്മുടെ ഇമോസാമയ്ക്ക് ഇത്രയും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ എൽബാഫിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇമോസാമ തന്നെ ഏറ്റവും പവർഫുൾ മൂവായിട്ടുള്ള ഡോമി റിവേഴ്സിൽ പോലും നമ്മുടെ ലൂഫിക്കെതിരെ വർക്കാവുന്നില്ല. സോ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ 30 ഡേയ്സിൻ്റെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സോ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.